കൂടെ ഉള്ളത് കൊച്ചിക്കാരുടെ മച്ചാനും തൃശ്ശൂർക്കാരുടെ ഗഡിയായിട്ടുള്ള ഒരു ഗസ്റ്റാണ് നിതീഷ്. വെൽക്കം ടു ദ ഷോ. നിതീഷിന്റെ പേരിൽ നിതീഷ് ZRB ഇൻസ്റ്റാഗ്രാമൊക്കെ. ശരിക്കും ZRB എന്തുവാ? അങ്ങനെ പറഞ്ഞു, എനിക്കും അറിയില്ല. എങ്ങനെ തുടങ്ങി ഈ സംഗീത യാത്ര? ഞങ്ങളുടെ അവിടെ ഒരു കഫേ ഉണ്ട്, ഞാൻ എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കഫേ ഉണ്ട്, ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഏതെങ്കിലും ഗുരു ഉണ്ടോ ശരിക്കും പാട്ടിനോടും ഇതുവരെ എത്താൻ വേണ്ടിയിട്ട്? ഒരു ഗുരു ഉണ്ടായിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെയാ എത്തിയത്. പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. ആരെങ്കിലും കൂടെ നിന്നിട്ടുണ്ടോ പാട്ടിന് വേണ്ടി? പാട്ട് അറിയുന്ന ആരെങ്കിലും ഒക്കെ? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ചെറുതായിട്ട് പാടും. അപ്പം അച്ഛൻ പാടുന്ന കേൾക്കുമ്പോൾ അച്ഛൻ എടുത്ത് പറയും, അച്ഛൻ ഇത് നീ ഇത് പാടണേന്നൊക്കെ ചോദിക്കും. അപ്പം അച്ഛൻ പറയും, നിനക്ക് പാടാൻ കഴിവുണ്ടല്ലോ, അപ്പം നീ ഇരുന്ന് പാട്. പിന്നെ കയ്യിലിട്ട പെണ്ണഴകേ ഈ ഒരു സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളൊരു വെല്ലുവിളി എന്താണ്? ഞാൻ പാടാൻ പോയിട്ടും നമ്മളെ പുറകോട്ട് നിർത്തിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് കുറേ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലൈവ് പെർഫോമൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതിൽ മെട്രോയിൽ വെച്ച് ഞാൻ സോങ് പാടിയത്, അത് എനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് ആരെങ്കിലും അവിടെ വന്നിട്ട് നിതീഷിൻ്റെ അടുത്ത് പറയാണ്, മോനെ ഈ ഒരു പാട്ട് പാടിത്തരുമെന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവാറുണ്ട് ശരിക്കും? ഇല്ല, ഉടനടി സാധനം നമ്മളങ്ങോട്ട് കൊടുക്കും. തിരികെ വന്നപ്പോ കണ്ടില്ലോളെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഒരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു? ശരിക്കും സിനിമയിലെ കാണുന്ന പോലെ അത്രയ്ക്ക് ടാലൻ്റ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാനത് കൊടുക്കും എന്നുള്ളൊരു ഇതിലിരുന്ന ആ ഒരു പെന്നായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് സാറ് തന്നെ അത് വെച്ച് തന്നു എനിക്ക്. ഒരുപാട് പാട്ടുകാർ നമ്മളിവിടെ ഉണ്ട്. നിതീഷിനെ അവരിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സൗണ്ട് തന്നെ ആയിരിക്കും. ഈ ഹൈ പിച്ചിൽ പാടിയിട്ട് എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ പാടുന്ന ടൈമിൽ സ്റ്റേജിൽ നിന്ന് പാടായിരുന്നത്, അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ അങ്ങോട്ട് പോയി, ഫുൾ കോൺഫിഡൻസ് പോയി. ഹായ് ഹലോ, ദി സൗണ്ടിൽ ഇറ്റ്സ് മീ പ്രശാന്തി. എൻ്റെ കൂടെ ഉള്ളത് കൊച്ചിക്കാരുടെ മച്ചാനും തൃശ്ശൂർക്കാരുടെ ഗഡിയായിട്ടുള്ള ഒരു ഗസ്റ്റാണ് നിതീഷ്. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് തൃശ്ശൂരിന്ന് കൊച്ചിയിലെത്തിയിട്ട്? തൃശ്ശൂരിൽ കൊച്ചിക്ക് എത്തിയിട്ട് അടിപൊളിയാ. കാരണം ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നു. ഫുൾ പാട്ടിനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. മെയിനായിട്ട് പാട്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ വന്നത്. അല്ലാണ്ട് ജോബ് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ജോബ് തന്നെയാണ് വർക്ക് ചെയ്യണതും. പക്ഷെ കൂടുതൽ ഫോക്കസ്ഡ് സോങ്ങിലേക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെ എത്തില്ല എന്നുള്ളൊരു ഇതായി. പിന്നെ വീട്ടുകാരുടെ ഇതും, അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് കൊച്ചിക്ക് പോന്ന് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് കയറി പോകുന്നതാ. അപ്പോൾ അടിപൊളിയായിട്ട് പോണ്. എങ്ങനെ തുടങ്ങി ഈ സംഗീത യാത്ര? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ പാട്ടൊക്കെ പാടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ സിനിമ സോങ്സ് ഒന്നും അങ്ങനെ പാടില്ല. ഇങ്ങനെ നാടൻപാട്ട് സോങ്ങുകളൊക്കെ ആയിരുന്നു പാടലൊക്കെ കൂടുതലായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കൂളിൽ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ അങ്ങനെ പാടി. പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ എടുത്തു തുടങ്ങി. പിന്നെ എൻ്റെ കൂടെ ഒരു വേറെ ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഗിറ്റാറൊക്കെ പഠിച്ചത് അവൻ്റെ നിന്നാണ്. പിന്നെ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതൊക്കെ സെറ്റാക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ കൂടെ കുറച്ച് നാൾ നടന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് എവിടെ എത്തുന്നില്ലല്ലോ. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട്, ദിശ നീ പാട്ട് പാട്, പുറത്തേക്ക് അറിയിക്കുക. പിന്നെ അതിന് മുമ്പ് ഞാൻ അങ്ങനെ ടിക്ടോക്ക് അതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി കുറച്ച് ഇതൊക്കെ സെറ്റായി. പിന്നെ അത് നിർത്തിയല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, നീ പാട്ട് ട്രൈ ചെയ്യ്, വെറുതെ കളയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാട്ടിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ അവിടെ ഒരു കഫേ ഉണ്ട്, ഞാൻ എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ കഫേ ഉണ്ട്, ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാടാൻ പോകും. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാടി അവിടെ ഇങ്ങനെ ഇരിക്കും. അവിടെ ചേട്ടൻ പറഞ്ഞു, നിതീഷ നീ ഇങ്ങനെ എന്താടാ എങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല, നീ എങ്ങനെയും എവിടെയെങ്കിലും ഒരു രക്ഷപ്പെടാൻ നോക്ക്, സൗണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, അത് വെച്ച് എങ്ങനെയും പിടിച്ചേറാനൊക്കെ പറഞ്ഞു. നമുക്ക് ഓക്കെ ഏട്ടാ, ഞാൻ നോക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നൊരു കാര്യമില്ല. പക്ഷെ നമുക്ക് സപ്പോർട്ടിങ് ഇല്ല എന്ന് പറയില്ല, സപ്പോർട്ടിങ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചിക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സായി. പിന്നെ ഇവിടെ ആണെങ്കിലും സപ്പോർട്ടിങ് കാര്യങ്ങളും അല്ലാതെ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ വീട്ടിലാണെങ്കിലും എനിക്ക് സപ്പോർട്ടൊക്കെ തന്നെയാണ്.
പക്ഷെ ഇപ്പോൾ നമ്മളോട് പറയില്ല വെറുതെ പാട്ട് പാടി നടത്തുന്നത് കാര്യമില്ല, വരെ ജോലിക്കൊക്കെ പോകുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജോലിയും വേണം, അതിൻ്റെ കൂടെ എനിക്ക് ഇതും കൊണ്ടുവേണം. പക്ഷേ മെയിൻ ഫോക്കസ് ഇതാ. അങ്ങനെ കൊച്ചിക്ക് എത്തി, പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പതുക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ സ്ഥിരമാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പാടി ലാസ്റ്റ് ഇവിടെ എത്തി. നിതീഷ് ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല, എന്നിട്ട് ഇത്രയും നന്നായി പാടുന്നുണ്ട്. അതേ ഞാൻ ചെറുപ്പം തൊട്ട് പാടിയതാ. എനിക്ക് നാടൻ പാട്ടൊക്കെ പാടി വരുമ്പോഴേ ഈ ചില ലൈൻസ് ഒക്കെ പാടുമ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, നിതീഷ നീ പാടും ഈ സിനിമ സോങ്സ് ഒക്കെ പാടുമ്പോൾ നാടൻ പാട്ടിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയായിരുന്നു എല്ലാവരും. പിന്നെ അതിൽ നിന്ന് ഓക്കെ വാശി തന്നെയായിരുന്നേ, കാരണം അതിൽ നിന്നെങ്കിലും നമുക്ക് മാറണം. കാരണം നാടൻ പാട്ട് അടിപൊളിയാണ്, ആൾക്കാർ ഇരുത്താനാണെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതും വേണം നമുക്ക്, പക്ഷെ ഇതും വേണം. പക്ഷേ നാടൻ പാട്ട് പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടിൽ ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് അതിനെ അറിയില്ല, എനിക്കുണ്ടായിരുന്നു. കാരണം ചില സോങ്ങുകളൊക്കെ പാടുമ്പോൾ അതിൻ്റെ ഒരു ഇതിങ്ങനെ കയറി വരാം. അപ്പോൾ പിന്നെ അത് കുറച്ച് നാളത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് പിന്നെ പതുക്കെ സാധാ മ്യൂസിക്കിലോട്ട് ഇറങ്ങി പാടി കുറേ ഇരുന്ന് പഠിച്ചിട്ട് തന്നെ ഇത്രത്തോളം എത്തിയേ. നാടൻ പാട്ട് ശരിക്കും അതിന്റെ പാട്ട് അതിന്റെ ആ ഒരു പാടുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണല്ലോ. ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവെ നാടൻ പാട്ടാണെങ്കിലും അതുപോലെ മാപ്പിളപ്പാട്ടൊക്കെ പാടുന്നവർക്ക് പിന്നെ വേറെ ഏത് പാട്ട് പാടിയാലും ആ ഒരു ടോണ് വരുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരു ട്രാക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ. എപ്പോഴും ഏതെങ്കിലും ഗുരു ഉണ്ടോ ശരിക്കും പാട്ടിലൂടെ ഇതുവരെ എത്താൻ വേണ്ടിയിട്ട് ഒരു ഗുരു ഉണ്ടായിട്ടുണ്ടോ? എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ലൈക്ക് ആരെങ്കിലും കൂടെ നിന്നിട്ടുണ്ടോ പാട്ടിന് വേണ്ടി? പാട്ട് അറിയുന്ന ആരെങ്കിലും ഒക്കെ എടാ മോനെ ഇങ്ങനെയൊക്കെ പാടണം? ഇല്ല അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ചെറുതായിട്ട് പാടും വീട്ടിലൊക്കെ. അപ്പം ഞാനങ്ങനെ കേട്ട്, പക്ഷെ എനിക്ക് ആദ്യം വീട്ടിലൊക്കെ പാടാൻ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പം അച്ഛൻ പാടുന്ന കേൾക്കുമ്പോൾ ഞാൻ അച്ഛനടുത്ത് പറയാം, അച്ഛൻ ഇത് നീ ഇത് പാടണേന്നൊക്കെ ചോദിക്കും. അപ്പം അച്ഛൻ പറയും നിനക്ക് പാടാൻ കഴിവുണ്ടല്ലോ അപ്പം നീ ഇരുന്ന് പാട് പറയാറുണ്ട് അച്ഛൻ. പിന്നെ ഗുരു എന്ന് പറഞ്ഞങ്ങനെ ആരും ഉണ്ടായിട്ടൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞു തരാനാ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പൊ തന്നെ ഈ സോങ് ഒക്കെ പാടിയിടുമ്പോഴേ ഏതെങ്കിലും പാട്ടുകാർ വന്നിട്ട് പറയാറുണ്ടോ നീ ആ പാടുന്ന തെറ്റാണ് അങ്ങനെ? അങ്ങനെയൊന്നുമില്ല. കാരണം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നമുക്ക് ചില മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോ, പക്ഷെ അത് നമ്മൾ തെറ്റായിട്ട് തന്നെ കാണണല്ലോ. അല്ലാണ്ട് ഇപ്പൊ അവര് വലുതാണ് അങ്ങനെയൊന്നുമില്ല. കാരണം ഞാനും ഒരു ഇതിൽ നിന്ന് വന്ന ഒരാളാ. അപ്പോൾ ഇപ്പൊ പുറത്തുനിന്നാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ പാട്ട് പറഞ്ഞ ഓരോ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരെ കാണുമ്പോൾ ഞാൻ പറയടാ നിങ്ങൾ പാടിട്ടാ, നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാൻ അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറയും. അപ്പോൾ അവരങ്ങനെയും ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയും. പിന്നെ എനിക്ക് വരികളൊന്നും അങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലതൊക്കെ ഇങ്ങനെ പാടി നമുക്ക് ശീലവും, അല്ലാത്തതൊക്കെ ഇത്തിരി കിട്ടാൻ ഭയങ്കര പാടാ. അന്ന് വരാറൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരാഴ്ചയൊക്കെ ഒരു പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതിൽ വന്നോളൂ, അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ അത് വെച്ചിട്ട് ഓക്കെ ആ സോങ് നമുക്ക് കണ്ടന്റ് എടുക്കാം അങ്ങനെ ചോദിച്ചിട്ടാണ്. ചില സമയത്ത് നമ്മളിപ്പോ നിതീഷ് ആണെങ്കിലും അധികം വേറെ സ്ഥലങ്ങളിലൊക്കെ ഒരു പബ്ലിക്കിൽ പോയിട്ട് പാട്ട് പാടുന്നല്ലേ, ആ സമയത്ത് ആരെങ്കിലും അവിടെ വന്നിട്ട് നിതീഷിന്റെ അടുത്ത് പറയാണ് മോനെ ഈ ഒരു പാട്ട് പാടിത്തരൂ എന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവാറുണ്ട് ശരിക്കും? ഇല്ല, ഉടനടി സാധനം നമ്മളങ്ങോട്ട് കൊടുക്കും. അറിയാത്ത പാട്ടാണെങ്കിലോ? അറിയാത്താണ് നമ്മൾ ഡയറക്റ്റ് പറയും, ചേട്ടൻ എനിക്ക് അറിയില്ല ഞാൻ 2 ലൈനൊക്കെ പാടാം എന്ന് പറയും. കുറെ പേര് നമ്മുടെ അടുത്ത് വന്ന് പറയും നിഷ ഈ പാട്ട് പാടിട്ടാ, നിഷ ആ പാട്ട് പാട്. ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളോട് പറയും, ഇടയ്ക്കൊക്കെ വെറുതെ ഇരിക്കും പറയും നിഷ ഒരു പാട്ട് പാടിയാടാ എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ ഇരിക്കുന്ന ടൈമിലൊക്കെ. പിന്നെ പുറത്താണെങ്കിലും, കാരണം ഇപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ പുറത്തിപ്പോൾ ഒരു വേറെ ആൾക്കാർക്ക് ഇപ്പോൾ പാടാൻ അവസരം എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു, ഞാൻ ബസ്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലെല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ വിടാറുള്ളൂ. അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ പാട്ടാണ് അടിപൊളി അങ്ങനെ ഞാൻ വിചാരിക്കില്ല, എനിക്ക് അതിലൊരു താല്പര്യമില്ല. കാരണം ഇതൊക്കെ എപ്പോഴും നിൽക്കാന്നുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം എത്തിക്കുക. അതായത് നിതീഷിന്റെ നമ്മള് കാണുന്ന ഒരു വീഡിയോയിൽ എപ്പോഴും ഹൈലൈറ്റിൽ എപ്പോഴും ഇടാറുണ്ട് സത്യൻ അന്തിക്കാടിന്റെ മുന്നിൽ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല് സത്യൻ സാറിന്റെ മുന്നിൽ പാടിയതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? സർപ്രൈസ് ആയിട്ടായിരുന്നു അവിടെ എത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവിടെ എത്തിയിട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഒരു ഫീൽ എന്തായിരുന്നു? അത് പാടി കഴിഞ്ഞപ്പോ പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. കാരണം ഒന്നാമത് അത്രയും വലിയ മനുഷ്യന് മുന്നിൽ ഇരുന്ന് നമ്മൾ പാടുമ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറിനെ ഞാൻ ഒരു വട്ടം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനായിരുന്നു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ സാറിന് ഒരു ഇത് അറിയായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയി ചോദിക്കായിരുന്നു, സാർ എന്നെ ഓർമ്മയുണ്ടാന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ആ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സാറിൻ്റെ അവിടെ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ ക്യാമറമാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു ആ ഇപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യം അവിടുത്തെ ആകാശാൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് ഷോപ്പിന് ഓണറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ആകാശേട്ടാ ഞാൻ സാറിൻ്റെ അടുത്തൊരു പാട്ട് പഠിക്കോട്ടെ
സാറിന് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞാൻ ഡയറക്റ്റ് പോയി ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഞാനൊരു സോങ് സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെന്താ നീ പാടിക്കോ, സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ ഇരുന്ന് ഒരു പാട്ടങ്ങോട്ട് പാടി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു നല്ല ഭാവിക്കുണ്ട്, അടിപൊളിയാണ്, എവിടെയെങ്കിലൊക്കെ എത്തണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സന്തോഷം. അത് ആ ഒരു മൊമെന്റ് ഒന്നും ഒരിക്കലും മറക്കില്ല. മീൻസ് അത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു സാറിന്റെ അടുത്ത് നമുക്കൊരു അനുഗ്രഹം കിട്ടുന്ന പോലെയാണ്. പിന്നല്ലാണ്ട് പിന്നെ അത് കിട്ടാൻ കൊതിക്കണ കുറെ ആർട്ടിസ്റ്റുമാരുണ്ട്. ഓക്കെ, അതായത് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലൈവ് പെർഫോമൻസിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ, ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏത് ബസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രോഗ്രാം ആയിട്ട് ചെയ്യുമ്പോൾ? മൊത്തത്തില് മെട്രോയിൽ വെച്ച് ഞാൻ സോങ് പാടിയത് അത് എനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അന്നാണ് മലയാളികൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഇത് വന്നത്. പിന്നെ നമ്മൾ ഇവിടെ പെൻഡമേനയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു കണ്ടന്റ് എടുക്കാൻ. അന്നൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സപ്പോർട്ടായിരുന്നു. അതൊക്കെയാണ് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത്. മെട്രോയിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിക്കാത്ത, ഞങ്ങൾ വേറെ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയാ പോയേ, പക്ഷെ കിട്ടിയത് ഇതുപോയി. ഞാനേ പൊതുവെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്താലും കാണുന്ന നിങ്ങളിപ്പോ ചോദിക്കുന്നത് നിതീഷ് എന്താണ് പരിപാടി, നേരെ സോങ് എടുത്തിട്ട് ആ ഒരു ക്രൗഡിൽ പോയി പാട്ട് പാടുന്ന വീഡിയോസ് ആണല്ലോ കാണുന്നത്. അതെല്ലാം സക്സസ് ആയ വീഡിയോസ് മാത്രമാണല്ലോ പേജിലുള്ളത്. എപ്പോഴെങ്കിലും അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? അങ്ങനെ ഇതില് ക്രൗഡ് പോയിട്ട് ഒരു ഫ്ലോപ്പ് ഞങ്ങളൊന്നും അത് പ്ലാൻ ചെയ്യും. പിന്നെ പരിപാടിയൊക്കെ ചോദിക്കുന്നത് നന്ദുവാണ് കൂടെയുള്ള ആള്. അപ്പോൾ നന്ദുവാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണത്. പുറകിൽ ഇപ്പൊ നന്ദു എന്ന് ചോദിക്കുമ്പോൾ നിതീഷ് എന്താ വീഡിയോ ചോദിക്കുന്നത് അവരാ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോഴും വണ്ടി മേത് അത് പ്ലാൻ ചെയ്ത് വന്നേ, ഞാൻ എന്തുവാ നമുക്ക് അടുത്ത ആഴ്ച അങ്ങോട്ട് പോകണട്ടാ എടുക്കണം. അപ്പോൾ ഫ്ലോപ്പ് ഫ്ലോപ്പ് ഇങ്ങനെ കുറവാണ്. ഇത് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട് ഫ്ലോപ്പ് എന്ന് പറയുന്ന സംഭവം. അങ്ങനെ എവിടെ പോയിട്ട് ഞങ്ങൾ കലക്കാറുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സക്സസ് ആയിരിക്കും. അതാക്കിയിട്ട് വരുള്ളൂ. അതിനും ഒരു ഭാഗ്യം വേണം. പിന്നെ കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ. എപ്പോഴെങ്കിലും ഇപ്പോ മെട്രോയിലൊക്കെ പാടിയ സമയത്തേ അവിടുന്ന് റിയാക്ഷൻ ഒക്കെ കിട്ടുന്ന നമ്മളെ എപ്പോഴെങ്കിലും നെഗ് അടിച്ചിട്ടുണ്ടോ എക്സ്പെക്ട് ചെയ്യാതെ? അതായത് ഞാൻ പാടുമ്പോ പാടി കഴിഞ്ഞ് ഫസ്റ്റ് നോക്കണത് കൂടെ ഉള്ളവരുടെ ഒരു എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്തായാലും അത് എൻജോയ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോൺഫിഡൻറ്റ് വരും. പിന്നെ ആൾക്കാരിലോട്ട് എത്രത്തോളം നമുക്ക് സോങ് എത്തിക്കാൻ പറ്റും അത് അത്രത്തോളം എത്തിക്കും. ഓക്കെ, മെട്രോന്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ, ആ ഒരു പെർഫോമൻസിന്റെ കാര്യമൊക്കെ. അപ്പൊ ഇത്രയും നല്ലൊരു പാട്ടുകാരനെ നമ്മളെടുത്ത് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ വിടില്ലല്ലോ, നമുക്ക് കുറച്ച് പാട്ട് കേട്ടാലോ? കേൾക്കാം. അതായത് നമുക്ക് ആ സോങ് തന്നെ, മെട്രോയിൽ ക്ലിക്ക് ആയിട്ടുള്ള ആ ഒരു സോങ് തന്നെ. ഓക്കെ. ഇറങ്ങൂടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂത്തിരകൾ നാമെല്ലാം തീരത്തെ ഓളങ്ങൾ തീരത്ത ദാഹത്തിൻ താളങ്ങൾ ആരിത് ഞാൻ പോയിടാം വെണ്ണതി പോലൊഴുകിടാം. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മറിവിലാണു നീ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മറിവിലാണു നീ. ഇപ്പൊ ക്രൗഡ് ഇല്ല കേട്ടോ കൈയടിക്കാൻ. ഇനി വേറൊരു പാട്ടും കൂടെ. വേറെ പാട്ട് ഇതൊരു താരാട്ടുപാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോ കുര്യൻ സാറിൻ്റെ ഒരു സോങ്ങാണ്. അമ്പിളിക്കണ്ണ അൻപോടുറങ്ങു നീ അമ്പാടിക്കണ്ണ വാവുറങ്ങ്. അമ്പിളി മാമനെ തുണിയാക്കി നീ
ആകാശഗംഗയിലാറാട് അഭയേഴും താര കുഞ്ഞുങ്ങൾ കോരിപ്പ ആനന്ദമോടെ എന്നാറാട് കടലാസു അഞ്ചി പോയി കടലിലെ കനകൾക്കൽ കൊട്ടാരം കണ്ടുറങ്ങ് കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ കണ്ടു നീ സ്വപ്നങ്ങൾ കണ്ടുറങ്ങ് കാണാക്കടലിലെ നിധി തേടിപ്പോയൊരു കിഴവന്റെ കഥ കേട്ടു നീ ഉറങ്ങ് പിന്നിലെ സ്വർഗത്തിൽ നീ പിറന്നു മണ്ണിനരുമയായി നീ വളരെ മാനും മുയലും മയിലും മടക്കയും വാവേ വേഗമുറങ്ങുറങ്ങ് വാവേ വേഗമുറങ്ങുറങ്ങ്. ഓക്കെ. നാടൻ പാട്ട് പാടില്ലേ? നാടൻ പാട്ട് നമുക്ക് ഗിറ്റാർ വെച്ച് പാടാൻ പറ്റും. നാടൻ പാട്ട് കണ്ടോ നാട്ടാരെ കണ്ടോ എന്നാട്ടാരെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കണ്ടോ നാട്ടാരെ കണ്ടോ എന്നാട്ടാരെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതി കാലേ കൂരേന്ന് പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് നേരം പുലർക്കാലെ പോയതല്ലേ മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതല്ലേ. ഓക്കെ, അടിപൊളി. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളൊരു വെല്ലുവിളി എന്താണ്? അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പേര് നമ്മൾ താഴ്ത്തി കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ വട്ടം. കാരണം ഇപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയിൽ തന്നെയാണ് ഞാൻ ഇത്രത്തോളം എത്താനായിട്ടുള്ളൊരു ഇത് കൂടി വന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കാരണം എന്നെ ഞാൻ പാടാൻ പോയിട്ടും നമ്മളെ പുറകോട്ട് നിർത്തിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് കുറേ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാം എന്നുള്ളൊരു മൈൻഡ് അപ്പോഴുണ്ടായി. ശരിക്കും അതാണ് ഇത്രത്തോളം എത്തിച്ചത്. അങ്ങനെ ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ വെറുതെ അങ്ങോട്ട് പാട്ട് പാടില്ലല്ലോ, അതിലെല്ലാത്തിനും ഒരു കണ്ടന്റ് ഉണ്ടല്ലോ. ശരിക്കും ഈ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും നിതീഷാണോ? കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ കൂടെ വരുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. എപ്പോഴും നന്ദു തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവും കൂടെ കണ്ടന്റ്. അപ്പോൾ ഞാൻ നന്ദു അടുത്ത് പറയും, നന്ദു ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ. അപ്പോൾ ബാക്കി അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഓക്കെ അടിപൊളി ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് എടുക്കാം, അങ്ങനത്തെ ഒരു മൈൻഡിൽ എടുക്കാൻ പോവാറ്. ശരിക്കും നിതീഷിൻ്റെ പേരിൽ നിതീഷ് ZRB ഇൻസ്റ്റാഗ്രാമൊക്കെ, ശരിക്കും ZRB എന്തുവാ? അങ്ങനെ പറഞ്ഞ് എനിക്കും അറിയില്ല സത്യം കിട്ടും. കാരണം അത് ഞാൻ അങ്ങനെ വെറുതെ ഇപ്പോൾ ഫേസ്ബുക്കിൽ കിട്ടുന്ന പോലെ ജസ്റ്റ് ZRB എന്നുള്ളൊരു നെയിം വെറുതെ ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. കൂടെ എന്തെങ്കിലും വേണമല്ലോ, കാരണം സിംഗേഴ്സൊക്കെ ആകുമ്പോൾ. പിന്നെ ആദ്യം ഞാൻ സോഷ്യൽ മീഡിയ ഉള്ള ടൈമിലും എൻ്റെ കൂടെ ഉണ്ടായ നെയിമായിരുന്നു. അപ്പോൾ എന്തായാലും അത് തന്നെ നമുക്ക് ഇതിലേക്ക് കണ്ടിന്യൂസിൽ കൊണ്ടുപോകാം എന്നുള്ള മൈൻഡിൽ ഇട്ടതാണ്. എല്ലാവരും ചോദിക്കാൻ എൻ്റെ അടുത്ത് ZRB എന്താണ്, PRBZ അങ്ങനെയൊക്കെ ഇടുന്ന പോലെ എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് ചോദിക്കും. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ഒരു ഇത് കിട്ടി, അങ്ങനെ അറിയണം എന്നുള്ളൊരു ഇത് തോന്നി. അപ്പോൾ മിക്കവരും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ വെച്ചുമ്പോൾ ZRB എന്നൊക്കെ എന്നെ വിളിക്കുള്ളൂ. അപ്പോൾ നിതീഷിൽ കൂടുതൽ അങ്ങനെയൊക്കെ വിളിക്കുന്നവരുണ്ട്. എനിക്കും കേൾക്കണത് ഇഷ്ടം തന്നെയാണ്. അങ്ങനെ കിട്ടിയൊരു ടൈലാണ്. ഈ പ്രണയഗാനങ്ങളാണല്ലോ നിതീഷ് എപ്പോഴും എല്ലായിടത്തും പാടുന്നത്. ഈ പ്രണയഗാനങ്ങളോടാണോ ശരിക്കും നിതീഷിന് പ്രണയമുള്ളത്? പിന്നെ അല്ലാണ്ട് പ്രണയഗാനത്തിൻ്റെ അത്ര ഒന്നും എത്തില്ല ഒന്നും. കാരണം ഇപ്പോൾ വന്നിങ്ങനെ റാപ്പും കാര്യങ്ങളായിക്കോട്ടെ, എനിക്കും അത് പാടണം എന്നല്ല ആഗ്രഹമാണ്. ഞാൻ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിലൊക്കെ. അവർക്ക് അതായിരിക്കും അടിപൊളി.
എനിക്കെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സോങ്ങുകളാണ്. കാരണം ഞാൻ കൂടുതലും മെലഡീസും അതേപോലെ പ്രണയഗാനങ്ങളും അങ്ങനെ ഞാൻ കൂടുതൽ പാടാം. എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം. കാരണം അങ്ങനെ പാടുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളെ വരെ നമുക്കവിടെ ഇരുത്താനായിട്ടുള്ളൊരു സംഭവം പറ്റും. കാരണം മ്യൂസിക് എന്ന് പറയുമ്പോൾ എപ്പോഴും മനുഷ്യന് ഇപ്പം നമ്മളാണെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഉടനടി കേൾക്കണ മ്യൂസിക്കാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല മ്യൂസിക് പല ടൈപ്പിലിരിക്കുന്ന ആൾക്കാർ പല പല ടൈപ്പ് മ്യൂസിക് ആയിരിക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും എനിക്കിപ്പോൾ വിഷമം വന്നു കഴിഞ്ഞാൽ ഉടനടി ഞാൻ നന്ദുടുത്ത് പറയാം, എന്താ നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് 4 പാട്ട് പാടാടാന്ന് പറയും. ഓക്കെ, അത് പാടി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാനാണെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ പ്രണയഗാനങ്ങളായിരിക്കും എത്തിക്കാൻ ഇഷ്ടം കൂടുതൽ. ഞാൻ അതാണ് കൂടുതൽ ട്രൈ ചെയ്യുള്ളൂ. എല്ലാവരും പറയാനുണ്ട് നീ റാപ്പിക്ക് മാറി, റാപ്പ് പാടി നോക്ക്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല, ഇതിലായിട്ട് തന്നെ കൂടുതലാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാലും നല്ല സോങ്ങുകളൊക്കെ എനിക്ക് എഴുതണം എന്നുണ്ട്, അങ്ങനെ പാടണം എന്നുണ്ട്. എഴുതിയിട്ടുണ്ടോ ഇതിനു മുന്നേ പാട്ടുകൾ? ഇതുമായിട്ട് ഞാൻ എഴുതിയിട്ടില്ല. ഇല്ല, ഞാൻ എഴുതണമെന്നുണ്ട് ഇപ്പോൾ. കാരണം എനിക്കിങ്ങനെ ഒരാൾ എഴുതി എനിക്ക് മ്യൂസിക് പാടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു അത്രത്തോളം നോളജ് ഇല്ല സോങ് എഴുതാൻ വേണ്ടിയിട്ട്. എന്നാലിപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരെണ്ണം ഇറക്കാനായിട്ട്. ആണല്ലേ? മ്യൂസിക് കമ്പോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ശരിക്കും? അതൊക്കെ ഉണ്ട്, സ്വന്തമായിട്ടൊരു പാട്ടൊക്കെ ഇറക്കണോ? അത് എന്തായാലും ഉണ്ട്. ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രണയഗാനം ഏതാ ഇതുവരെ പാടാത്തതിൽ? പൊതുവെ എല്ലായിടത്തും പാടാത്തൊരു പ്രണയഗാനം എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും പാടുന്ന സോങ്ങാണ് മറ്റേ അകലെ അകലെ എന്നുള്ള സോങ്. അതെനിക്ക് കൂടുതൽ ഞാൻ അതാ പാടാറ്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അഴലിൻ്റെ ആഴങ്ങളിൽ അതൊക്കെ നിരാശ പ്രണയത്തിന്റെ ഒരു എന്താ അടയാളമായിട്ടാണ് ശരിക്കും നമ്മൾ അഴലിന്റെ ആഴങ്ങളിൽ അങ്ങനെയൊക്കെ കാണാം. ആ പാട്ടൊന്ന് പാടുവെന്ന്? പാടും. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ തിരയായ നീ. അന്നെൻ്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പോവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോക്കു വിഷാദ രാവേ പുണരാതെ നീ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. നിതീഷിനെ ഒരുപാട് പാട്ടുകാർ നമ്മളിവിടെ ഉണ്ട്. നിതീഷിനെ അവരിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അവരിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സൗണ്ട് തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഇപ്പം എവിടെ പോയാലും നല്ല ഹൈ പിച്ചിലാ പാടാ. ഞാനത് ചോദിക്കണം വിചാരിച്ചിരുന്നു. അതായത് ഹൈ പിച്ചിലാണ് എപ്പോഴും പാടുന്നത്. ഈ ഹൈ പിച്ചിൽ പാടിയിട്ട് എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ആദ്യമൊക്കെ എനിക്ക് വെള്ളി വീഴായിരുന്നു പാട്ടൊക്കെ പാടുമ്പോൾ. ഒരു വട്ടം ഞാൻ ഇങ്ങനെ പാടുന്ന ടൈമിൽ സ്റ്റേജിൽ നിന്ന് പാടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു വെള്ളി അങ്ങോട്ട് വീണു, ഫുൾ കോൺഫിഡൻസ് പോയി. അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പാട്ട് ഇതിനേക്കാളും ബെറ്റർ ആക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ എത്രത്തോളം ഹൈ എടുക്കാൻ പറ്റും അത്രത്തോളം ഹൈ എടുക്കും, എത്ര നേരം പാടിക്കണം അത്ര നേരം പാടി നിൽക്കും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, കണ്ടിന്യൂസ്ലി ഇങ്ങനെ പാടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ ഹൈ പിച്ച് എനിക്ക് തോന്നുന്നത് നാടൻപാട്ട് പാടുന്നവർക്ക് എപ്പോഴും ഹൈ പിച്ചിലായിരിക്കും പാടുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ലോ പിച്ച് അധികം നാടൻപാട്ട് പാടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നിതീഷിനും ആ നാടൻപാട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു കഴിവായിരിക്കും, അതിൽ നിന്ന് കിട്ടിയതായിരിക്കും മേ ബി ഹൈ പിച്ചിൽ പാടുന്ന ഈ ഒരു കഴിവ്. ഹൈ പിച്ച് എത്തിച്ചത് ഇപ്പോഴൊക്കെ തന്നെയാണ്. കാരണം നാടൻപാട്ട് പാടുമ്പോൾ ഞാൻ അത്രയ്ക്കും പാടായിരുന്നു, പക്ഷെ അത്രത്തോളം അങ്ങനെ വലുതാക്കിയൊന്നും പാടൊന്നുമില്ല. എല്ലാവരും പാടുന്ന പോലെ തന്നെ പാടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ മൂവി സോങ്സ് ഒക്കെ പാടി തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഹൈ പിച്ച് എത്രത്തോളം എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരെക്കാളും എവിടെ നിന്നാലും ഓക്കെ നമ്മളാണ്
കലക്കാൻ നിൽക്കണത് എന്നുള്ളൊരു മൈൻഡിൽ പോകണം. നാടൻ പാട്ട് ഇതുപോലെ സ്റ്റേജ് ഷോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ആ കുറേ ചെയ്തിട്ടുണ്ട്. ആദ്യട്ടാ ഇപ്പോഴൊന്നുമില്ല, ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, അത് ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ടീമൊക്കെ ഉണ്ടായി. കാരണം നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും പല വഴിക്കായി. സ്കൂൾ കാലഘട്ടത്തിലും ഇതുപോലെ നാടൻ പാട്ടൊക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും? ഇഷ്ടം പോലെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്, അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പക്ഷെ ഞാൻ പാടിയിട്ടില്ല, അതാണ് വ്യത്യാസം. പിന്നെ അന്ന് ഞാൻ കൂടുതൽ കോറസിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഞാനായിരുന്നു യൂസ് ചെയ്യണ്ടായിരുന്നത് നാടൻ പാട്ടൊക്കെ പാടുമ്പോൾ. നാടൻ പാട്ടിൽ ഒരു ലീഡും ബാക്കി കോറസും അങ്ങനെ ആയിരിക്കും. പിന്നെ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യലായിരിക്കും. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്ന ആളും പാട്ട് പാടില്ലേ? പാടും, നമ്മൾ കോറസ് ആയിട്ട് പാടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ മെയിൻ ആയിട്ട് എന്തെങ്കിലും ഒരാൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു ഒരു 4 വരി മാത്രം കോറസ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പാടി പാടി പാടി. അന്നും ഇൻസ്ട്രുമെന്റ്സിനോട് അന്നും ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഗിറ്റാറൊക്കെ പകുതി ഇപ്പോഴാണ്. കാരണം എൻ്റെ കൂടെ ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു, ഹരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പേര് ഈ ഇന്റർവ്യൂലേക്ക് പറയണം, കാരണം കഴിഞ്ഞ വട്ടേക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കംപ്ലൈൻസ് ആയിരുന്നു. അപ്പോൾ അവനാണ് ഇത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം അവനാണ് എന്നെ കൂട്ടി ഉണ്ടായത്, കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ എടുത്തു തുടങ്ങി. പിന്നെ പതുക്കെ ഞാൻ കൊച്ചിക്ക് മാറിയപ്പോൾ അവർ വേറെ ബാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവനാണ് പിന്നെ ഗിറ്റാർ, പിന്നെ അവൻ്റെ ഗിറ്റാർ വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചു തുടങ്ങിയത്. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ സോങ്ങിൽ എൻ്റെ പിച്ചിനനുസരിച്ചുള്ള സോങ്ങുകളൊക്കെ അത്യാവശ്യം കോഡുകളൊക്കെ വെച്ചിട്ട് വായിക്കും. ഇപ്പൊ നിതീഷ് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ടോ? സ്റ്റേജ് ഷോ ഉണ്ട്, ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിതീഷിനെ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ നിതീഷ് മാത്രം ഒറ്റയ്ക്ക് നിന്ന് പാടുന്നതാണ് കാണാറ്. അതല്ലാണ്ട് നിതീഷിനും ഇതുപോലെ ഒരു ബാൻഡായിട്ട് തുടങ്ങണം, വലിയൊരു സർക്കിൾ, അങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്കെന്ന് പറയുമ്പോൾ ബാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ ബാൻഡൊന്നും അത്ര നാൾ നിന്നില്ല. ഇതാവുമ്പോൾ എൻ്റെ ഒരു മ്യൂസിക്, കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വേറെ ആരും നോക്കണ്ട, വേറെ ആരും വിളിക്കണ്ട, ടൈം കളയണ്ട, ഡയറക്റ്റ് പോവുക, പാടുക, ഗിറ്റാർ വായിക്കുന്നത് പോലെ. അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. എനിക്ക് അതാണ് കംഫർട്ട്, അതാ കൂടുതൽ. ഓക്കെ. ഈ കൊറോണ സമയത്തൊക്കെ, ആ സമയത്തും പാട്ട് കൂടെ ഉണ്ടല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് ഈ മ്യൂസിക് നിതീഷിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൊറോണ ടൈമിൽ ഞാൻ ടിക്ടോക്കുള്ള ടൈമിലായിരുന്നു. അന്ന് ഈ ഇങ്ങനെ കോമഡി വീഡിയോസും അതൊക്കെ ചെയ്യില്ലായിരുന്നു പരിപാടി. മ്യൂസിക്കും അത്രത്തോളം ഫോക്കസ് ചെയ്യില്ല. വീട്ടിലൊക്കെ ഇങ്ങനെ പാടും, കാരണം ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ പാടാറുണ്ട്. അല്ലാണ്ട് കൂടുതലായിട്ട് അതിലോട്ട് ഇൻവോൾവ് ആവാറില്ല. സാധാരണ ചിലർക്ക് കൊറോണ ടൈമാണ് അവരുടെ ലൈഫ് തന്നെ മാറ്റി ഇഷ്ടം പോലെ. അപ്പൊ അതുപോലെ കൊറോണ ടൈമിലായിരുന്നു ശരിക്കും നിതീഷിന്റെ ലൈഫിൽ ഒരു മാറ്റം വന്നത്. ഈ മാറ്റം വന്നത് ഇപ്പോഴാണ്. അതായത് പാട്ടിന്റെ രീതിയിൽ ഞാൻ കൊച്ചിക്ക് എത്തിയപ്പോഴും അത് ഞാൻ എന്തായാലും എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം കൊച്ചി എന്നുള്ളൊരു സ്ഥലം ആർട്ടിസ്റ്റുമാരെ എത്രത്തോളം നന്നാക്കി കൊണ്ടുവരാൻ, നന്നാക്കി നമുക്ക് എത്തിക്കാൻ പറ്റും. അതായത് പൊട്ട രീതിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൊട്ട രീതിക്ക് പോവാം, നല്ല രീതിക്ക് വരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ചൂസ് ചെയ്യാം. അതാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയും, നീ നാട്ടിലാണെങ്കിൽ അവരോട് ഞാൻ പറയാറുണ്ട്, നീ വായോ കൊച്ചിക്ക് വായോ, നമുക്കിവിടെ ജസ്റ്റ് ബസ് ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. ഈ നിതീഷിന് ഏതെങ്കിലും ഫേവറേറ്റ് രാഗോ താളോ അങ്ങനെ വല്ലതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഈ രാഗം അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് സോങ് കേൾക്കുന്നു, അത് തന്നെ പാടാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെ കൂടുതൽ എനിക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് മടിയൊക്കെ ആയതുകൊണ്ട് അത് നിർത്തി. അതായത് നിതീഷ് ഇപ്പൊ ഇങ്ങനെ പല ക്രൗഡ് ഏരിയയിൽ പോയിട്ട് പാട്ട് പാടുക, റെസ്റ്റോറൻറ്റിലൊക്കെ പാടുക, അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിതീഷ് എപ്പോഴെങ്കിലും ഒരു മൂവിയിലൊക്കെ പാടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ പാടുന്ന ഒരു അവസരത്തിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? അത് ലൈഫ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. ഇനി നമുക്ക് കിട്ടാറൊക്കെ ഇപ്പോൾ ബസ്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഓരോരുത്തർ, റൈറ്റേഴ്സൊക്കെ വരും, നിതീഷ് അങ്ങനെ പാട്ടുണ്ട്, എനിക്കൊന്ന് പാടാൻ പറ്റുമോ, അങ്ങനെ ഇപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുകളുണ്ട്. അങ്ങനെ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും പാടും, അത് 100% ഷുവറാണ്. കാരണം അതൊക്കെ ലൈഫിൽ ഭാഗ്യം പോലെയല്ലേ ഇരിക്കുക. അത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. നമുക്ക് ഒറ്റ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചങ്ങോട്ട് കയറാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നല്ലേ. അപ്പൊ നിതീഷ് ശരിക്കും സ്വന്തമായിട്ടൊരു പാട്ട് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ നിതീഷിന്റെ അടുത്ത്? ഉണ്ട്. ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഓൺ ദ വേ ആണ്. പിന്നെ അല്ലാണ്ട് എന്തായാലും ഒന്ന് ഇറക്കണം. അതായത് ഇപ്പൊ നിതീഷ് ഒരു എന്താ പറയാ, ഈ പ്രണയത്തിന്റെ പാട്ട് മാത്രമല്ല പാടിക്കൊണ്ടിരിക്കുന്നത്, കേട്ട് പല പല ശൈലിയിൽ പാടാൻ പറ്റുമോ? അപ്പോൾ
അതായത് പ്രണയം എന്നുള്ള ഒരു ഒഴുക്കിൽ മാത്രം നിതീഷ് ഒരുപാട് പാടുന്ന കണ്ടിട്ടുണ്ട്. അതല്ലാതെ പല പല രീതിയിൽ നിതീഷിന് പാടാൻ കഴിയില്ലേ? അതിൽ ഏറ്റവും ഫേവറേറ്റ് പ്രണയം അല്ലാണ്ട് ഏറ്റവും കൂടുതൽ അത് പ്രണയം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വേറൊരു ട്രാക്ക് ഏത് സ്റ്റൈലിലായിരിക്കും? ഞാൻ കൂടുതൽ അത് തന്നെ ട്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ അടിച്ചുപൊളി സോങ്സ് ഫാസ്റ്റ് സോങ്സുകളൊന്നും അങ്ങനെ കൂടുതൽ ട്രൈ ചെയ്യാറില്ല. കാരണം അതെൻ്റേത് എങ്ങനെ പോയാലും ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം. ഇതാകുമ്പോൾ ഇപ്പം ഞാനിവിടുന്ന് പാടുമ്പോൾ തന്നെ ഇങ്ങനെ വന്നിരുന്ന് പാടാണെന്നുള്ള ചിന്തയിലല്ല. കാരണം ഞാൻ ഇഷ്ടം കൊണ്ടാണ് ആ പാട്ട് പാടണത്. അപ്പോൾ കൂടുതൽ എനിക്ക് ഇതാണ് കംഫേർട്ട് കൂടുതൽ. അതാ ആണല്ലേ? ഓക്കെ. അതായത് അടുത്തൊരു ചോദിക്കുന്നത് എന്താ വെച്ചാല് നിതീഷ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഒരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ പോയിട്ട്, പക്ഷെ അത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു സംഭവമാണ്. ഞാൻ തൃശ്ശൂർ പോയിട്ട് ഒരു വട്ടം ഇങ്ങനെ ബസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആളൊരു പ്രൊഫസറായിരുന്നു, ഒരു സാറ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിതീഷേ, ഞാനൊന്ന് കയറാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിതീഷേ നീ അടിപൊളിയാണ്, ഞാനൊരു പ്രൊഫസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും, നീ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നിനക്ക് എത്താൻ പറ്റും. എന്നിട്ട് സാർ എനിക്കൊരു പെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് സാറ് പറഞ്ഞു, ശരിക്കും സിനിമയിലെ കാണുന്ന പോലെ അത്രയ്ക്ക് ടാലൻ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാനത് കൊടുക്കും എന്നുള്ളൊരു ഇതിലിരുന്ന ആ ഒരു പെന്നായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് സാറ് തന്നെ അത് വെച്ച് തന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ എനിക്ക് വലിയ സ്റ്റേജിൽ കയറി വലിയ മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങണം അങ്ങനെയൊന്നുമില്ല. ചെറിയ സന്തോഷങ്ങൾ നോക്കുക, ആൾക്കാരെ ഹാപ്പി ആക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചെറുതാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരം നമുക്ക് വലുതായിരിക്കും. പിന്നല്ലാണ്ട് അതൊന്നും അങ്ങനെ കിട്ടില്ല. ഓക്കെ. നിതീഷ് ഇപ്പൊ കുറച്ച് ഫെയിം ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു ഫെയിം ആയതിനു ശേഷം ആളുകൾക്ക് നിതീഷിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടോ? ബാഡ് ആറ്റിറ്റ്യൂഡാണോ അല്ലെങ്കിൽ നല്ല ആറ്റിറ്റ്യൂഡാണോ? അങ്ങനെയല്ലടോ, നമ്മളെ ചിലപ്പോ ആദ്യം നമ്മളെ ഒരു വിലയില്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ അവരൊക്കെ ഇപ്പൊ നമ്മളെ കാണുമ്പോ നിതീഷ് എന്തൊക്കെയാണ് ഇഷ്ടമല്ല. കാരണം നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് വയ്ക്കാത്ത ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷെ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ അപ്രിസിയേഷൻ കിട്ടണം എന്നല്ല. ഓക്കേടാ നിതീഷേ, നീ ഇവിടെ ഉണ്ടാകും ജസ്റ്റ് അങ്ങനെ ചോദിച്ചാലും മതി. പക്ഷെ അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കാത്ത ആൾക്കാർ വരെ ഇപ്പം നമ്മുടെ പിന്നോടെ വരുന്നുണ്ട്. വന്നിട്ട് നിതീഷ് നിതീഷാണോ, അവൻ നമ്മുടെ കൂട്ടുകാരനാട്ടാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് പറയാറില്ല, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമല്ലേ? പിന്നെ